ലാസ്റ്റ് ഓണം. ലാസ്റ്റ് ഓണം പൊന്നോണം ആണ് വരുന്നത്. ലാസ്റ്റ് ഓണം. ഇനി ഒരു ഓണം ഉണ്ടാവും. ഇനി ഖത്തറിലങ്ങ് ഓണം, സൗദിയിലങ്ങ് ഓണം, ഒമാനിലങ്ങ് ഓണം, ദുബായിലങ്ങ് ഓണം. പ്രാവശ്യം ഇറങ്ങുവോ? ഇൻഷാ അല്ലാഹ് നല്ലൊരു ഓഫർ ഇറങ്ങും. നോക്കട്ടെ. അഡ്ജസ്റ്റ് ചെയ്യാം. സാറേ എങ്ങനെയുണ്ട് ഓണം? ഓണം എങ്ങനെയുണ്ട്? ഓണം തുടങ്ങിയിട്ടില്ലുള്ളൂ. എന്ത് തോന്നുന്നു? ഒന്നും തോന്നില്ല. പേഷ്യന്റ് ഓണം കൂടി രസമല്ല. രണ്ടും കോമ്പിനേഷൻ അല്ലേ സാർ? ഹോസ്പിറ്റൽ മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ ഓണം എന്ത് തോന്നുന്നു? ഫസ്റ്റ് ഓണം എന്ത് തോന്നുന്നു? എന്ത് തോന്നില്ല. അവിടെ ഓണം ഉണ്ടാവല്ലോ. എവിടെ? ഈ റിച്ച് നിൽക്കുന്ന സമയത്ത്. പിന്നെ അവിടെ നല്ല എന്ത് ഓണല്ലേ. അടുത്തൊരു ഓണം കിട്ടുമോ മീസില്? അടുത്തൊരു ഓണത്തിന് സാധ്യത വളരെ വളരെ കുറവാണ്. അതിന്റെ മുമ്പ് കടൽ കിടക്കണം. എപ്പോഴും വരുമ്പോൾ വിചാരിക്കടാ നല്ല രസമാണ് അവിടെ. ഫോട്ടോ എടുക്കണം നിഖിൽ. ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യണ സീർ. ഫെബിനെ ഫുഡ് കഴിച്ചോ? ഇജ്ജ് കഴിച്ചിട്ടുണ്ടാവും. അവന് വിശ്വസിക്കാൻ പറ്റില്ല. സുന്ദരിയായ ശ്രുതികൾ. ഫെബിൻ ഇത് വേറെ ആരോ ആണ്. നമ്മുടെ ആർപ്പേ കുറയൊന്നുമില്ലേ? ആരും മിസ്സിങ്. ബാക്കിയുള്ളവരൊക്കെ പോയി. എവിടെ ശ്രീശക്തിയുടെ? ഏത് മങ്ക? അവിടെ ആരും വണ്ടിയിടൂല്ലേ? Thank you, judges. Our next chess number is S4. Happy Onam. S4. Please introduce yourself. നല്ല ക്യൂ ഉണ്ടല്ലേ? ബീവറേജിനെക്കാളും വലിയ ക്യൂ ആണ്. ഇത് കാണുന്ന ജാലിയൻവാല ബാഗല്ല, ഭക്ഷണത്തിനുള്ള തിരക്കാണ്. ഭക്ഷണശാല. പ്രശസ്തിയുള്ള നമ്മളെവിടെ ഇരിക്കുക? നമ്മള് സദ്യ കഴിക്കാൻ പോകാം. മറ്റേ പടത്തത്തെ മാതിരി ഓടി പോയിരുന്നാലോ? കസരച്ചിട്ട് ആൾക്കാര് പോയിട്ട് കേട്ടോ. സീറ്റ് ഓടെ ഇരുന്ന് ഉള്ളു കയറിയിട്ടില്ല. അവര് ഇല വന്നു. സാധനം ഇതെന്തൊക്കെടാ? എരിശ്ശേരി, പുളിശ്ശേരി. ശ്രുതി മേഡം എവിടാ? മേഡം അവിടെ
നടക്കാം. മഴ, ഓണം, ഭാസ്കരൻ മാഷ്, പുഴ, കുളം. 2 ദിവസമായില്ലേ? എന്തുകൊണ്ട് മലയാളി മങ്കക്ക് കിട്ടിയില്ല? മങ്കേ അതിനല്ലേ എന്താണ് കിട്ടാൻ? എന്താ ചാവാന് അന്നെ ഒഴിവാക്കിയ? ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അതിലും മുട്ടിയടിച്ച കുറെ ആൾക്കാരുണ്ട്. ആർക്കും കിട്ടി? നമ്മൾ നാച്ചുറൽ ബ്യൂട്ടി അങ്ങനെ പറയുന്നത്. ഫോട്ടോ എടുക്കാൻ ഓണം എങ്ങനെയുണ്ട്? നല്ല സദ്യയായിരുന്നു, നല്ല സദ്യ. കഴിഞ്ഞ വർഷത്തെ എത്ര ഇഷ്ടമായില്ല? എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ബോളി പായസമൊക്കെ ഉണ്ടായിരുന്നു. പ്രാവശ്യം ചക്കപ്പായസം അടിപൊളിയായിരുന്നു. ചക്കേ അത് ഞാൻ കഴിച്ചില്ല. നാളെ ഞാൻ ഇറങ്ങല്ലേ? എന്തൊരു സന്തോഷം. ലാസ്റ്റ് ഓണാണ് ഷിപ്പാസാറായിട്ടില്ലേ? ആണ് കഴിഞ്ഞു. ഖത്തറിന്നാണ് ഓണം ആഘോഷിക്കാൻ പോകുന്നത്. ഷെയ്ക്കിന്റെ ഒപ്പം എടുത്ത ഓണം. ഖത്തറിന്റെ ഷെയ്ക്കിന്റെ അടുത്ത് മറ്റേ പിരിവ് ഓണ സെലിബ്രേഷന് വേണ്ടിയിട്ട് അവിടെ ഡോളർ എന്താ അല്ലേ? എനിക്ക് ലീവ് വേണം അല്ലേ? സത്യമാണ് ഇത് ഓണപരിപാടിയായിട്ട് അവസ്ഥ. അതല്ല, പേഷ്യന്റിനെ കാണാൻ വേണ്ടി ലിസ്റ്റ് ഇടുകയാണ്. ഇതൊന്നും കാണാനോട് അധികാരികളല്ലേ ചോദിച്ചു തോന്നിയാണ്. ഹോസ്പിറ്റലത്തെ ഓണം പറഞ്ഞങ്ങനെയൊക്കെ തന്നെയാണ്. ഹോസ്പിറ്റലിൽ ഓണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബീഡിയൊക്കെ പേഷ്യന്റിനെ കാണണം എന്ന് പറഞ്ഞാൽ കുറച്ച് കടുപ്പാണ്. ഫുഡും കഴിക്കണം. ഓണപരിപാടി എന്താ മങ്കരം മങ്കാത്തി. രണ്ട് പായസം കുടിച്ചിട്ട് ഞാൻ മന്തി പോച്ച് ഇപ്പോഴും മണ്ടപ്പ് മതി ചിന്തിക്കണ്ടേ ഇതൊക്കെ. ആരെന്തിക്കുന്നു? അല്ലാണ്ട് പേഷ്യന്റ് കാണുമ്പോൾ ചിന്തിച്ചിട്ടൊക്കെ അല്ലേ കാണുന്നത്. പായസം കുടിച്ചപ്പോൾ മത്തായി. എങ്കിലേ റിച്ചിൽ ഇതേപോലത്തെ ഓണപരിപാടി ഉണ്ടോ? ഓണല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ന് ഓണല്ല ഓളമായിരിക്കും. കേക്കണ്ട എന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ മന്തി വെച്ചു കളയും. ഇനി ഒരു അടുത്തൊരു ഓണം ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴുള്ള സന്തോഷം. സങ്കടം എന്നൊക്കെ പറയാൻ വന്നാണ്. എല്ലാം പിള്ളേച്ച കള്ളം പറയാന്ന് സന്തോഷം. നിങ്ങളെ തല എങ്ങനെ ആക്കിയേ? തേക്കപ്പെട്ട സുന്ദരിയായത് നോക്കട്ടെ. തേക്കപ്പെട്ട സുന്ദരി. കറക്റ്റ്. ഞാൻ ഡയലോഗ് ഏത് ഡയലോഗ്?